ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് സച്ചിരാം രേവതിരെയും ആദ്യ രാത്രി പ്രതീക്ഷിച്ചിരുന്നു മുത്തശ്ശി കിടന്നത്. മുത്തശ്ശി എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് രേവതി മുറ്റടിക്കിന് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത്ര നേരത്തെ ഈ പെൺകുട്ടി എഴുന്നേറ്റോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ പെട്ടെന്ന് തന്നെ മുത്തശ്ശിക്ക് ഒരു സംശയം തോന്നി. അങ്ങനെ മുത്തശ്ശി വാതിൽ തള്ളി തുറന്ന് നോക്കുമ്പോൾ സച്ചി ഒരു വെള്ളമുണ്ട് താഴത്ത് വിരിച്ചിട്ട് അതിൽ കിടന്നുറങ്ങായിരുന്നു. മുത്തശ്ശിക്ക് അത് കണ്ടപ്പോ പെട്ടെന്ന് കലി വന്ന് അവിടെ നിന്നെ ക്ലാസ് എടുത്തും കഴിഞ്ഞിട്ട് തറയിലേക്ക് ഒറ്റയടി ഇടിക്കുന്നുണ്ട്. സച്ചി പേടിച്ച് എഴുന്നേൽക്കുന്നൊക്കെ ഉണ്ട്. എന്ത് പറ്റി മുത്തശ്ശി, എന്താ ഇങ്ങനെ ഒച്ച ബഹളം നടപ്പോ, നീ ഇന്നലെ ഇവിടെ കിടക്കണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ, പിന്നെ ഞാൻ എവിടെ കിടന്നുറങ്ങാൻ, പായ ഇല്ലല്ലോ, പായ പാറും എടുത്തുണ്ടോ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നു. ഇത് ആരെ വെള്ളം കൊണ്ടിടുന്ന അറിയോ? മുത്തശ്ശന്റെ വെള്ളം കൊണ്ടിടും. ഞാൻ ഇത് ഇങ്ങനെ ചേർന്ന് കിടന്നപ്പോ മുത്തശ്ശൻ ഇങ്ങനെ ആലോചിച്ച് മുത്തശ്ശൻ എന്നെ ചെറുപ്പത്തിൽ എടുത്തുകൊണ്ട് നടന്നതും പൊക്കിക്കൊണ്ട് നടന്നതും ആ കൈ പിടിച്ചു നടന്നതായ ഓർമ്മയിൽ ഇങ്ങനെ ഞാൻ ഉറങ്ങി. എന്തെന്നറിയില്ല, ഇത്ര നാളില്ലാത്ത ഒരു സന്തോഷമായിരുന്നു ഇന്നലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ കഷ്ടടാ, നീ നന്നാവൂല, നിന്നെ ഞാനൊരു കാര്യത്തിന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, നീ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആകെ കലിതുള്ളി പുറത്തേക്ക് പോകും. പിന്നീട് മുത്തശ്ശിയോട് ഒരു കാപ്പിയൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. മുത്തശ്ശിക്ക് ദേഷ്യം കണ്ട് നിന്റെ പെണ്ണിനോട് പറയടാ കാപ്പി എടുത്തു തരാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വഴക്കൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് മുത്തശ്ശി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നീ ഇവളെയും കൊണ്ട് അമ്പലങ്ങൾ പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് വായടാ എന്ന് പറഞ്ഞ് വഴക്കൊക്കെ പറയുന്നു. പിന്നെ കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിലേക്ക് ചന്ദ്രയും അതുപോലെ തന്നെ രവിയും ശ്രുതിയും കൂടെ വരുന്നുണ്ട്. ശ്രുതിയും കൂട്ടുകാരിയും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ കത്ത് പൂജിച്ച് ശ്രുതിക്ക് ആദ്യം കൊടുക്കുന്നത് ശ്രുതിയുടെ അച്ഛന്റെ അഡ്രസ്സ് തന്നാൽ അച്ഛനെ അറിയിക്കാന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് അച്ഛന്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് പോകേണ്ടി വരുന്നു പെട്ടെന്ന് കൂട്ടുകാരി പറയുന്നുണ്ട്. എന്താ അങ്ങനെ പറയുന്നത്? അല്ല, ഫ്ലൈറ്റ് അവൾ ഉദ്ദേശിച്ചെന്ന് പറയുന്നു. പിന്നീട് ശ്രുതി ഒരുപാട് ദേഷ്യത്തോടെയൊക്കെ അച്ഛനെ കുറിച്ച് ഇനി പറയരുത് എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അങ്ങനെ ശ്രുതിക്ക് കത്തൊക്കെ കൊടുത്തു. പിന്നെ ശ്രുതിയോടും അതുപോലെ തന്നെ ശ്രുതിയോടും കൂടി ഡ്രസ്സ് എടുക്കാൻ പോകാൻ പറഞ്ഞു. അതിന് സെലക്ഷനൊക്കെ നോക്കാൻ പറഞ്ഞ് രണ്ടുപേരെയും കൂടി പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം രവി പുറത്തേക്ക് പോകുമ്പോൾ ചന്ദ്രയോട് കൂട്ടുകാരി പറയുന്നുണ്ട്, 10 പവനെങ്കിലും ശ്രുതിക്ക് ഇടണം, കാരണം അത്രയ്ക്ക് കോടീശ്വരന്റെ മോളല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അവര് തമ്മിലുള്ള പിണക്കം മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ 10 പവൻ ഇടുന്നപ്പോ ഞാനിനി എവിടെ നിന്ന് 10 പവൻ ഇടാം, കാരണം ഉണ്ടായിരുന്ന 10 ലക്ഷം രൂപയല്ലേ, അങ്ങനെ തന്നെ അവൾക്ക് കൊണ്ട് ചേരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇത്തിരി മോശം ഉണ്ടപ്പോൾ നിന്റെ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആകെ കൂടിയൊന്നൊരു 25,000 രൂപ ഉണ്ടാവും. ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര പറയുന്നത് ഇപ്പൊ കാശ് ചോദിച്ചാൽ ഇവള് ഇതിങ്ങനെ പറയുള്ളല്ലോ എന്ന് പറയും. എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രവി ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്ര ചോദിക്കാൻ തന്നെ കാപ്പിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചില്ലല്ലോ, പിന്നെന്താ നീ കാപ്പി കൊണ്ടുവരുന്നതെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, നിങ്ങൾ കുടിക്കുന്ന ഒരു കാപ്പി തരാമെന്ന് വിചാരിച്ചു, എന്നാ പറയാനുള്ളത് പറയുന്നപ്പോൾ എന്ത് പറയാൻ, ഒന്നും പറയാനില്ലാണ്ട് നീ കാപ്പിയായി വരില്ല എന്ന് എനിക്കറിയാം ചന്ദ്ര, എന്താണ് കാര്യം എന്ന് പറയുമ്പോൾ സുധീരെ കല്യാണത്തിന് നീ കാശ് വേണ്ടേ, അപ്പോൾ കാശ് എന്തിനാണ്, അമ്പലത്തിൽ വെച്ച് കെട്ടും അല്ല പറഞ്ഞു, അതിനായാലും കാശ് വേണം, മാത്രമല്ല ഒരു 10 പവന്റെ സ്വർണ്ണമെങ്കിലും ശ്രുതിക്ക് നമ്മ അങ്ങോട്ട് ഇടണം. അപ്പൊ 10 പവനാണ്, രേവതിക്ക് ഒന്നും ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ രേവതിനെ പോലത്തെ കുടുംബക്കാരല്ലത്, ഇത് ഇന്നല്ലെങ്കിൽ നാളെ വഴക്ക് തീരുന്നാണ്, കോടീശ്വരനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചന്ദ്ര വഴക്കുണ്ടാക്കും. എന്നാ പിന്നെ എന്റെ കയ്യിൽ ഇനി ഒന്നും ഇല്ല, ആകുള്ളത് ഈ വീടിന്റെ പ്രമാണമാണ്, അത് ഞാൻ എടുത്തുതരാന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ എന്നെ രവി എഴുന്നേറ്റ് പോകുമ്പോൾ ചന്ദ്ര ആകെപ്പെടുന്നുണ്ട്. ചന്ദ്ര പറയും, നിക്ക് അതൊന്നും വേണ്ട, ആധാരം വീടിന്റെ പ്രമാണം എടുത്തുമായിട്ടുള്ള പരിപാടി ഒന്നും ചെയ്യണ്ട, 3 പേർ കൂടി അവകാശപ്പെട്ട സ്വത്താണ് അത്, അതെടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, മൂന്ന് മക്കൾക്കും കൂടി വേണ്ടതല്ലേ, അല്ലാണ്ട് തന്നെ നിങ്ങളുടെ സ്വത്ത് പകുതിയോളം ഇവ കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ, ഇനി ഇതിന്റെ പേരും കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാകും, ശ്രീയാണെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങാൻ നിൽക്കണ്, അവനെ പോലും സഹായിക്കാണ്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇഷ്ടക്കുറവാകും, അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ രവിക്കും തോന്നി അത് ശരിയെന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു വഴി പറഞ്ഞുതരാന്ന് ചന്ദ്ര പറയുന്നുണ്ട്. എന്ത് വഴിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ അമ്മേരയിൽ കുറച്ച് കാശില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ശരി, എനിക്ക് മനസ്സിലായി പറഞ്ഞു വരുന്നത്, അതൊന്നും നിങ്ങൾ പോയി ചോദിക്കും, ശ്രുതിക്ക് വേണ്ടിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി ചോദിക്കൂല, നീ വന്നാ നിന്നെ വേണമെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം, നീ ചോദിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ അമ്മരത്തേക്ക് വരില്ല, അങ്ങനെയാണെങ്കിൽ നീ ആ കാശ് സ്വപ്നം കാണേ വേണ്ടാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കുന്നുണ്ട് ചന്ദ്ര. എന്തായാലും ചന്ദ്ര അങ്ങോട്ട് പോകുന്നൊക്കെ ഉണ്ട് ആ പണത്തിന് വേണ്ടിയിട്ട്. പിന്നെ കാണിക്കുന്ന ശ്രുതിനെയും കൂട്ടുകാരനെയാണ് ബ്യൂട്ടി പാർലറിൽ ജോലി കഴിഞ്ഞ് ജോലിക്കാരൊക്കെ പോയി ആ സമയത്ത് രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എടി എനിക്ക് നിന്റെ ഈ അവസ്ഥ ആലോചിക്കുമ്പോൾ പേടിയാവുന്നുണ്ട്, എവിടെ ചെന്ന് അവസാനിക്കും, എല്ലാ പ്രശ്നങ്ങളും നിന്റെ തലയിൽ, നീ ഇത്ര ധൈര്യത്തോടെ ഇങ്ങനെയൊക്കെ നിന്ന് നാളെ പിടിക്കപ്പെട്ട
എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യ. നാളെ പിടിക്കപ്പെട്ടു നീ എന്തിനാടി ഇപ്പൊ പേടിക്കണേ, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നടന്നു പോകും എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണ ഡ്രസ്സ് ഒരുപാട് വിലയുള്ള സാരിയൊക്കെ ഇനി സെലക്ട് ചെയ്യുന്നത്, ഇത്രയും വിലയുള്ളതൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോ ഇതൊക്കെ എൻ്റെ അമ്മായിമ്മ എനിക്ക് മേടിച്ച് തരൂടി, അതുകൊണ്ട് നല്ലത് തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ ഇന്നും കഷ്ടപ്പാടും ദുരിതങ്ങളും മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ, വിഷമം. അപ്പൊ ഇനി കുറച്ച് നാളെങ്കിലും ഞാൻ നല്ലോണം സന്തോഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ കൂട്ടുകാരിക്ക് നല്ല പേടിയുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ശ്രുതിയുടെ അമ്മേനി മോളെ അമ്മയുടെ ഫോൺ നമ്പർ കണ്ടോണ്ട് ശ്രുതിയുടെ മുഖം കറക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്, നീ 2-3 ദിവസമായില്ലേ വിളിച്ചിട്ട്, 3 ദിവസം കൂടുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ എന്താ അത്യാവശ്യം പറഞ്ഞപ്പോ മോന് നിന്നോട് സംസാരിക്കണം എന്ന് പറയുന്നടി എന്ന് പറഞ്ഞപ്പോ എന്തിനു സംസാരിക്കണേ, എനിക്കൊന്നും പറയാനൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും പറയാനാണ് അത്യാവശ്യം നിങ്ങൾ അങ്ങോട്ട് വിളിക്കുക, വെറുതെ നിങ്ങൾ എന്നെ വിളിച്ച് എന്നെ ടെൻഷൻ അടിപ്പിക്കരുത്, ഇവിടെ കല്യാണ തിരക്കൊക്കെ, ഇനി നിങ്ങളുടെ കോള് കണ്ടാൽ തന്നെ ഞാൻ അസ്വസ്ഥതയാവുന്ന ഉറപ്പാ, അതിപ്പോ ഞാൻ എന്ത് ചെയ്യണം, ആ കൊച്ചിനോടൊന്നും നിനക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും ക്ടാവിൻ്റെ കൊടുക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ആ അമ്മ ശ്രുതിയുടെ മോൻ്റെ ഫോൺ കൊടുക്കുമ്പോൾ ശ്രുതി സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഫോൺ ശ്രുതി കട്ട് ചെയ്യുന്നുണ്ട്. ആ കുട്ടി അറിയാണ്ട് ഹലോ ഹലോ ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷെ ശ്രുതി ഫോൺ എടുക്കുന്നില്ല. പിന്നീട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നിന്റെ മനസ്സ് ഇത്രയ്ക്കും കല്ലായി പോയോ, കൊച്ചിനോട് സംസാരിക്കാൻ പോലും നീ പറ്റില്ല എന്ന് വെച്ചപ്പോ ഇങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒക്കെ ആയിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആകെ വിഷമായി നിൽക്കുന്നുണ്ട്. ശ്രുതിക്ക് ഒരു മനസ്സ് വിഷമമില്ല, ശ്രുതി ഇങ്ങനെ കല്ല് പോലെ തന്നെ നിൽക്കുന്നുണ്ട്. ശ്രുതിയുടെ ക്രൂരത അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കൂട്ടുകാരിനെ ശ്രുതിനെയും കൂടെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്.